ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്കൊരു കാടമുട്ട മസാല ട്രൈ ചെയ്താലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. കാടമുട്ട മസാല ലാസ്റ്റ് മന്ത് കോഴിക്കോട് പോയപ്പോഴാണ് കേട്ടോ നമ്മൾ ഈ രീതിയിൽ കാടമുട്ട കഴിക്കുന്നത്. ഇതിനു മുന്നേ കഴിച്ചിട്ടുണ്ടെങ്കിലും അന്ന് അവിടെ നിന്ന് കഴിച്ചപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അന്ന് തൊട്ടേ ഓർക്കുന്നുണ്ട് വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന്. നോർമലി വീട്ടിൽ കാടമുട്ട വാങ്ങാറുണ്ടെങ്കിലും കൂടുതലായിട്ടും നമ്മൾ ബോയിൽ ചെയ്ത് തന്നെയാണ് കഴിക്കാറ്. മസാലയായിട്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്യാറില്ല. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് മസാലയായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാമെന്ന് കരുതി കോഴിക്കോട് ബീച്ച് സൈഡിൽ നിന്നും താമരശ്ശേരി ചുരം കയറിയപ്പോൾ വ്യൂ പോയിന്റിൽ നിന്നുമാണ് നമ്മൾ അത്ര ടേസ്റ്റോടു കൂടി കാടമുട്ട മസാല ലാസ്റ്റായിട്ട് കഴിച്ചത്. ചുരത്തിൻ്റെ ആ വ്യൂ പോയിന്റിൽ നിന്ന് ആ തണുപ്പത്ത് കഴിച്ചതുകൊണ്ടാണോ ഇത്ര ടേസ്റ്റ് കിട്ടിയെന്ന് അറിഞ്ഞൂടാ. എങ്കിലും നമുക്കിവിടെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു 10-15 കാടമുട്ട അഥവാ ക്വെയിലെഗ് കുറച്ച് ഉപ്പും ചേർത്ത് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പുഴുങ്ങിയ മുട്ടയെല്ലാം പൊളിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ചട്ടി ചൂടായ ശേഷം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോഴേക്കും ചതച്ച് വെച്ച ഗാർലിക് അഥവാ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇതിലോട്ട് വേണ്ടത് പൊടിച്ച ജീരകമാണ്. പൊടിച്ച ജീരകവും കൂടെ തന്നെ കുറച്ച് വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് സോട്ടായി വരുമ്പോഴേക്കും കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല ഇതെല്ലാം കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സായി മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് മാറ്റി വെച്ച നമ്മുടെ എഗ്ഗ് ചേർത്ത് കൊടുക്കാം. അധിക സമയം മുട്ടയിട്ട് മിക്സ് ചെയ്യേണ്ടതില്ല. മുട്ട പൊട്ടിപ്പോവാനും ഹാർഡാവാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മസാല എല്ലാം നല്ലപോലെ ഒന്ന് പിടിച്ചാൽ മാത്രം മതി. മസാലയെല്ലാം നല്ലവണ്ണം പിടിച്ച ശേഷം ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നെക്സ്റ്റ് ടൈം വീട്ടിൽ കാടമുട്ട വാങ്ങുവാണെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.